ഗുഡ് ഈവനിങ് എല്ലാവർക്കും. മാറ്റിനി ഫ്രീ വെബിനാറിലേക്ക് സ്വാഗതം. അതുപോലെ തിരുക്കുറളിന്റെ 47-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ നീങ്ങുകയാണ്. ഓരോ അധ്യായങ്ങളും വളരെ കൃത്യമായി നമ്മൾ വിലയിരുത്തി ചർച്ചകൾ ചെയ്താണ് മുന്നോട്ട് പോകുന്നത്. വളരെ സിമ്പിൾ ആണെങ്കിലും അതിൻ്റെ അർത്ഥതലങ്ങൾ വളരെ വ്യാപ്തിയുള്ളതാണ്. അപ്പം ഇന്ന് തിരുക്കുറളിന്റെ 47-ാമത്തെ അധ്യായത്തിലേക്ക് നമുക്ക് കടക്കാം. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മളെ നയിക്കാൻ ദിഭവൻ സാറും അതുപോലെ തന്നെ മോഹൻദാസ് സാറും എത്തുമെന്ന് വിചാരിക്കാം. ദിഭവൻ സാർ എന്തായാലും ഉണ്ട്. സാറിനെ സ്വാഗതം ചെയ്യുന്നു എല്ലാവരെയും ഒരിക്കൽ കൂടെ. ദിഭവൻ സാർ, യു ആർ വെൽക്കം. താങ്ക് യു സാർ. ഓക്കെ സാർ. ഇത് அதிகாரம் 47 அழிவதுவும் ஆவதுவும் ஆகி വഴിഭയക്കും ഊതിയമും സൂഴ്ந்து செயல். അതായത് ഒരു കാര്യം അല്ലെങ്കിൽ ഒരു செயൽ അതിനെ തുടങ്ങുന്നതിന് മുമ്പ് அதனால் ആ കാര്യം കൊണ്ട് അഴിവതെന്ന് വെച്ചാൽ അതുകൊണ്ട് വരുന്ന നഷ്ടം, അഴിந்த பின் ആവതയും കിട്ടുന്ന ലാഭം, അവസാനം ഇതെല്ലാം കൂടി കണക്ക് കൂട്ടി കളിച്ച് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ലാഭം, ആദായം എന്താണ് എന്ന് നമ്മൾ ആരാய்ந்து വെച്ചാൽ നമ്മൾ അത് ആലോചിച്ചിട്ട് ഒരു കാര്യത്തിൽ ഇറങ്ങണം എന്നാണ് വള്ളുവർ പറയുന്നത്. ഓവർ സർ. നമസ്കാരം. തിരുക്കുറൾ 47-ാം അധ്യായം രാജധർമ്മത്തിൽപ്പെട്ടത് തന്നെ. തെരുന്ത് ചേൽ വകൈ, അത് മലയാളത്തിൽ കർമ്മകൗശലം അല്ലെങ്കിൽ കർമ്മബോധം എന്നൊക്കെയാണ് മൊഴിമാറ്റം നൽകിയിരിക്കുന്നത്. ഇംഗ്ലീഷിൽ സെൻസ് ഓഫ് ഡ്യൂട്ടി എന്നും പറയുന്നു. അതുപോലെ ഞാനൊരു കൊച്ചാമുഖം പറഞ്ഞുകൊള്ളട്ടെ. നടപ്പിലാക്കുന്നതിന് മുമ്പ് വിലയിരുത്തൽ നടത്തുന്നത് ചാടുന്നതിന് മുമ്പ് നോക്കൽ പോലെയാണ്. എന്ത് ഉപഭോഗം ചെയ്യപ്പെടുന്നു, എന്ത് സൃഷ്ടിക്കപ്പെടുന്നു, അതിൻ്റെ ഫലങ്ങൾ നൽകുന്നു. ഒരു ജോലി ആരംഭിക്കുന്നതിന് മുമ്പ് എല്ലാം പരിഗണിക്കുക. ഉചിതമായി തിരഞ്ഞെടുത്ത സഹകാരികളുമായി സമഗ്രമായ വിലയിരുത്തലിന് ശേഷം ഒരു ജോലി ആരംഭിക്കുന്നവർക്ക് അസാധ്യമായി ഒന്നുമില്ല. ലാഭം തേടി മൂലധനം നഷ്ടപ്പെടുന്ന ജോലി ബുദ്ധിമാനായ ഒരാൾ ഏറ്റെടുക്കില്ല. അപമാനത്തിന്റെ കളങ്കം ഭയപ്പെടുന്നവർ വിലയിരുത്താതെയും വ്യക്തത ലഭിക്കാതെയും ഒരു കാര്യം അവര് തുടങ്ങില്ല. ശത്രുക്കളെ നടുകയും അവരെ വളർത്തുകയും ചെയ്യുന്നത് ഒരാൾ മുന്നോട്ട് നോക്കുന്നതിന് മുമ്പ് എടുത്ത് ചാടുന്നത് പോലെയുള്ള ഒരു സംഗതിയാണ്. ഇതൊക്കെയാണ് ഒരു രാജാവിന് അല്ലെങ്കിൽ ഒരു അധികാരിക്കൊക്കെ ഉണ്ടാകണമെന്നും പറഞ്ഞ് തിരുക്കുറളിൽ തിരുവള്ളുവർ പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ ശ്രമിക്കുന്നു. നമുക്കും ബാധകമാണ്. ഞാൻ 461-ാമത്തെ കുറളിലേക്ക് മാത്രമായി കിടക്കട്ടെ. അഴിവതും ആവതും ആകി വഴിഭയക്കും ഊതിയമും ചൂഴ്ന്നു ചെയ്യൽ. അറിവും ആരോഹവും നോക്കി ലാഭം തരും, വഴി ഓർത്ത് ചെയ്യണം കർമ്മം. അതായത് നഷ്ടം കൂടാതെ കാര്യങ്ങൾ ചെയ്യുവാൻ അന്വേഷണവും പഠനവും, അത് ജോലി അല്ലെങ്കിൽ പ്രവൃത്തി ആരംഭിക്കുന്നതിന് മുമ്പ് നേടുന്ന ലാഭമാണ്.
വന്നേക്കാവും തളർച്ചയും തുടർന്നുള്ള വളർച്ചയും ലാഭവും ചർച്ച ചെയ്യണം തൊഴിലാരംഭ വേളയിൽ എന്ന് കവിയുടെ വാക്കുകളിലൂടെയും പറയാം. ഓവർ. അഴിവതും ആപതും ആകി വഴിപയക്കും ഊതിയമും ചൂർത്ത് ചെയ്യും. Search and study loss and gain of the job before starting it. That means analyze the gain and losses before taking up a job. So it advises careful evaluation of the pros and cons before accepting a job. And it warns that failing to do so leads to regret when challenges arises. So Kurul 461, അഴിവതും ആവതും ആകി വഴിപയക്കും ഊതിയമും ചൂണ്ടത് ചെയ്യൽ. Kurul 462. தெரிந்த இனத்தொடு தேர்ந்து எண்ணி செய்வார்க்கு அரும்பொருள் யாதொன்றும் இல். அதாவது தொழில் தெரிந்த நண்பர்களுடன் கலந்து எதையும் ஆராய்ந்து செய்பவர்க்கு முடிவதற்கு அரிய பொருள் என்று சொல்லக்கூடியது யாதொன்றுமே இல்லை. അതായത് നല്ല കൂട്ടുകാരര് വിഷയത്തിനെ കുറിച്ച് നല്ലോണം അറിയുന്ന കൂട്ടുകാരോട് നമ്മൾ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് അതിൻ പ്രകാരം നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അവർക്ക് അവരാൽ പറ്റാത്ത കാര്യം എന്ന് പറയാൻ ഒന്നുമില്ല എന്നാണ് അർത്ഥം. ഓവർ സർ. താങ്ക് യു സർ. തിരുക്കുറൽ ഭാഗം 2 പൊരുട്പാൽ അർത്ഥപ്രകരണം എന്ന ഈ ഭാഗത്തില് രാജധർമ്മം അരജിയൽ എന്ന വിഷയത്തിൽ അധികാരം 47 തെരുന്തു ചെയ്യൽ വകൈ കർമ്മകൗശലം അല്ലെങ്കിൽ കർമ്മബോധം. കുറൽ 462 തെരുന്ത ഇനത്തോടു തേർന്നു എണ്ണി ചെവിയാർ അരും പൊരുൾ യാതു ഒൻറും ഇൽ. അറിവുള്ളോരോടൊത്തു ചിന്തിച്ചു ചെയ്യുന്നോർക്കു അരുതാത്ത യാതൊന്നുമില്ല. അതായത് ഓരോ കാര്യങ്ങളും ചെയ്യുന്നതിന് മുൻപ് അനുഭവ സമ്പത്തും വിവേകവുമുള്ള ആളുകളുമായി കൂടിയാലോചിച്ച് വരും വരായികൾ ശരിയായി മനസ്സിലാക്കിയതിന് ശേഷം അതിൻപടി കാര്യങ്ങൾ ചെയ്യുന്ന പക്ഷം ഒരു രാജാവിന് അല്ലെങ്കിൽ ഒരു ഭരണാധികാരിക്ക് നേടാൻ കഴിയാത്തതായി യാതൊന്നുമില്ല. പടയൊരുക്കം, പടനീക്കം, യുദ്ധം, വിജയം എല്ലാം ഇതിൽപ്പെടും. അരജൻ വിവേചന ബുദ്ധിയോടെ താൻ ചെയ്യേണ്ട കർമ്മങ്ങളെ നിർവഹിക്കണം. വിദഗ്ധരുമായുള്ള കൂടിയാലോചനയും അവരുടെ പിന്തുണയും അതിനുണ്ടാകേണ്ടതുണ്ട്. മകൾ സഹായങ്ങൾ ഉണ്ടെങ്കിലേ കർമ്മങ്ങൾ വിജയിക്കൂ. ഒരു പ്രവൃത്തി ഏറ്റെടുത്ത് ചെയ്യുമ്പോൾ വിജയപരാജയങ്ങൾ ഉണ്ടാവുന്നത് സ്വാഭാവികമാണ്. നാശനഷ്ടങ്ങൾ സംഭവിക്കാം, ലാഭഛേദങ്ങളും ഭവിക്കാം. വിജയമുണ്ടാകുന്നതും ലാഭകരവും ഗുണമുള്ളതുമായ പ്രവൃത്തികൾ ഏതൊക്കെയെന്ന് ആദ്യം തിരിച്ചറിയുക എന്നത് ഒരു ഭരണാധികാരിയുടെ ഏറ്റവും ഉത്തമമായ ഒരു ലക്ഷണമാണ്. തനിക്ക് യാതൊരു ആവശ്യവുമില്ലാത്ത കർമ്മങ്ങളിൽ ഒരു കാരണവശാലും ഏർപ്പെടരുത്. അത് സമയനഷ്ടം മാത്രമല്ല ജീവനഷ്ടവും വരുത്തുമെന്ന് പഞ്ചതന്ത്രം കുരങ്ങന്റെ കഥയിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നു. വാൾക്കാർ ഉച്ചയൂണിനു പോയ നേരത്ത് അതുവരെ അറുത്തുവെച്ച തടി കൂടിച്ചേർന്ന് പോകാതിരിക്കാൻ അവർ ഇടയിൽ ഒരു തടിക്കഷ്ണം വെച്ചിരുന്നു. അവിടെ എത്തിയ കുരങ്ങന് തോന്നി, എന്തിനാണ് ഇങ്ങനെ ഒരു കഷ്ണം തടി അതിനുള്ളിൽ വെച്ചിരിക്കുന്നത്? തടിക്കുമേൽ കാൽ കവച്ചിരുന്ന് ബലം പ്രയോഗിച്ച് അവൻ ആ ആപ്പ് വലിച്ചൂരി. അതിശക്തമായി തടിയുടെ 2 ഭാഗങ്ങളും കൂടിച്ചേർന്നു. കുരങ്ങന്റെ പ്രശ്നങ്ങൾ അതിനടിയിൽപ്പെട്ടു. തൽക്ഷണം അവന്റെ കഥ തീർന്നു. ഒരു കാര്യവുമില്ലാതെയാണ് ആ കുരങ്ങൻ അങ്ങനെ ചെയ്തത്. ഒന്നിലും എടുത്തു ചാടരുത്. ഒരു 100 വട്ടം ചിന്തിച്ചിട്ടേ തുടങ്ങാവൂ. പലരോടും നനയാതെ ഒരു കാര്യം തുടങ്ങല്ല. പണം മോഹിച്ചൊരുത്തനെ ചതിച്ചിടല്ല എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. അതുപോലെ ഓരോന്നും ശ്രദ്ധിക്കണം. കർമ്മ പ്രാരംഭത്തിന് കർമ്മങ്ങളൊക്കെ ശുദ്ധമായിരിക്കുകയും ചെയ്യണം എന്ന് ഖുർആൻ നമ്മളെ ഉത്ബോധിപ്പിക്കുന്നു.
കുറൾ 462. തെരിന്ത ഇനത്തോട് തേർന്നു എണ്ണി ചെയ്യുവാർക്കു അരുംപൊരുൾ യാതു ഒൻറും ഇൽ. അറിവുള്ളോരോടൊത്ത് ചിന്തിച്ച് ചെയ്യുന്നോർക്കു അരുതാത്ത യാതൊന്നുമില്ല. നത്തിങ് ഈസ് ഇമ്പോസിബിൾ ഫോർ ദോസ് ഹു തിങ്ക് ദംസെൽസ് ആൻഡ് വിത്ത് ട്രസ്റ്റഡ് മെൻ ആൻഡ് ഡൂയിങ് ദെയർ വർക്ക്. താങ്ക് യു. തിരുക്കുറൾ ചാപ്റ്റർ 47 കുറൾ 462 അർത്ഥ സെൻസ് ഓഫ് ഡ്യൂട്ടി. തെന്നിന്ത ഇനത്തോട് തേർന്നു എണ്ണി ചെയ്യാർക്കു അരും പൊരുൾ യാതു ഒൻറും ഇൽ. Nothing is impossible for those who think themselves and with trusted men and doing their work. Thank you, Power sir. തെരിന്ത ഇനത്തോട് തേർത്തു എണ്ണി ചെയ്യാർക്കും അരുൾ പൊരുൾ യാത് ഒൻറുമിൽ. കുറൾ 463. ஆக்கம் கருதி முதல் இழக்கும் செய்வினை ஊக்கார் அறிவுடையார். வரப்போவதாக கருதும் ஆக்கத்தை, ஆக்கம்னு வச்சா செல்வம், நமக்கு சம்பத்து. வரப்போவதாக கருதும் ஆக்கத்தை எண்ணி செய்துள்ள முதலீட்டையும் இழக்கின்ற முயற்சியினை அறிவுடையவர்கள் ஒருபோதும் மேற்கொள்ள മാട്ടാர்கள். ഒരു ചെറിയ ഒരു എക്സാമ്പിൾ പറയാം. നമ്മുടെ ഇപ്പം ലാട്ടറി ഒരു ഭയങ്കര ഒരു ബിസിനസ്സായിട്ട് മാറിയിരിക്കുകയാണ്. ഇപ്പം നമ്മുടെ കേരള ബാർഡറിൽ നോക്കിയാൽ ഒരു 100 കടകൾ ബാർഡർ, അതായത് തമിഴ്നാടിന് എത്തുന്നതിന് മുമ്പുള്ള സ്ഥലങ്ങൾ 100 കടകളെങ്കിലും കാണാം. അവിടെ ഭയങ്കര ലാട്ടറി ബിസിനസ്സാണ്. ലാട്ടറി എടുക്കുന്നതൊക്കെ പാവപ്പെട്ടവനാണ്. അവന് കയ്യിലുള്ള കിട്ടുന്ന ഒരു കാര്യം, ഇപ്പോൾ ഉള്ള ലാട്ടറി ചീട്ടൊക്കെ 100ഉം 200ഉമാണ് വില. അത് കൊടുത്ത് അപ്പം ഒരു എണ്ണം എടുക്കത്തില്ല, 4 എണ്ണം അല്ലെങ്കിൽ 5 എണ്ണം ഇങ്ങനെ ഒരുമിച്ചെടുക്കും. കിട്ടിയാൽ കിട്ടി, ഇല്ലെങ്കിൽ പോയി. എല്ലാവർക്കും ആക്കം കരുതി എന്ന് പറയുന്നത്, ആക്കം എന്ന് വെച്ചാൽ എല്ലാവർക്കും 1 കോടി കിട്ടണം എന്നുള്ള ഒരു ആഗ്രഹം, അതാണ് ആക്കം എന്ന് പറയുന്നത്. അതായത് പേരാശை. ആവശ്യമില്ലാത്ത നമ്മൾ നമ്മുടെ കൈമുതലും ഇട്ട് നഷ്ടപ്പെടേണ്ട എന്നാണ് പറയുന്നത്. നല്ല ബുദ്ധിയുള്ളവർ ഇതുപോലത്തെ കാര്യങ്ങൾ ചെയ്യത്തില്ല എന്നാണ് ചുരുക്കം. ഇതുപോലെ ഒരുപാട് എക്സാമ്പിൾസ് പറയാം. മ്യൂച്വൽ ഫണ്ട്സ്, ഇങ്ങനെ കുറേ ഉണ്ട്. ഷെയർ മാർക്കറ്റ്, ഇതൊക്കെ കാര്യം നമ്മൾ കൂടുതൽ പൈസ കിട്ടും എന്ന അതിമോഹമാണ് നമ്മൾ ഇതുപോലെ കുളികളിൽ ചാടിക്കുന്നത്. ഓവർ സർ. താങ്ക് യു സർ. കുറൾ 463. ആക്കം കരുതി മുതലിഴക്കും ചെയ്വിനൈ ഊക്കാർ അറിവുടയർ. ലാഭത്തിനായി മുതൽ നഷ്ടമാക്കും ചെയ്തി മോഹിക്കയില്ലറിവുള്ളോർ. ലാഭം മോഹിച്ചിട്ട് കയ്യിലുള്ള മുതൽ കൂടി കളഞ്ഞു കുളിക്കുന്ന ബുദ്ധിശൂന്യമായ കർമ്മങ്ങൾക്ക് വിവേകശാലികൾ ഇറങ്ങി പുറപ്പെടുകയില്ല എന്ന് ഈ കുറൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ശക്തിയും കാലവും അവസ്ഥയും ഒന്നും ചിന്തിക്കാതെ എടുത്തു ചാടി അയൽരാജ്യം ആക്രമിക്കുവാനും അതിൽ പരാജയപ്പെടുന്നതോടൊപ്പം സ്വന്തം രാജ്യം കൂടി നഷ്ടപ്പെടുത്തുവാനും വിവേകിയായ ഒരു രാജാവും ഒരുമ്പെടുകയില്ല. എല്ലാവരും മോഹിക്കുന്നത് ലാഭം തന്നെയാണ്. പക്ഷെ അമിത മോഹത്തിനിടയിൽ മുതൽ കൂടി കളഞ്ഞു കുളിക്കുന്ന ധാരാളം പേരുണ്ട്. അഭിമാനക്ഷതം ഭയപ്പെടുന്ന മാനികൾ സ്വന്തമായും വിവേകികളായ മറ്റുള്ളവരോടും നന്നേ ആലോചിച്ച് വിജയസാധ്യത നന്നായി തെളിയുന്ന കാര്യങ്ങൾ മാത്രമേ ആരംഭിക്കുകയുള്ളൂ. ഒരുക്കങ്ങൾ തകരുക, ഇടയ്ക്ക് വെച്ച് നിന്നു പോവുക, പരാജയപ്പെടുക, ഇതൊന്നും അവർക്ക് സംഭവിക്കുന്നില്ല. ഏതൊരു കാര്യവും നന്നായി പരീക്ഷിച്ചറിഞ്ഞ ശേഷമേ ചെയ്യാവൂ. സത്യം എന്തെന്ന് അത് ചെയ്യുന്നതിന് മുമ്പ് കണ്ടെത്തിയിരിക്കണം. അല്ലാത്ത പക്ഷം സത്യം അറിയാതെ കീരിയെ കൊന്ന ബ്രാഹ്മണ സ്ത്രീയെ പോലെ ഒടുങ്ങാത്ത മനസ്താപത്തിന് ഇടയാകും. ഇണക്കമുള്ള കീരിയെ തൊട്ടിലിൽ കുഞ്ഞിന്റെ കാവലേൽപ്പിച്ച് ബ്രാഹ്മണ സ്ത്രീ പുറത്തുപോയി. ഇതിനിടെ തൊട്ടിലിനടുത്ത് വന്ന മൂർഖൻ പാമ്പിനെ കീരി കടിച്ചു കൊന്നു. കുഞ്ഞിനെ രക്ഷിച്ചു. സന്തോഷവും സാഹസവും അറിയിക്കാൻ
ഉമ്മറത്തു പോയിരുന്ന കീരിയെ ദൂരെ നിന്ന് തന്നെ ബ്രാഹ്മണ സ്ത്രീ കണ്ടു. മുഖം മുഴുവൻ ചോര. കീരി തന്റെ കുഞ്ഞിനെ കടിച്ചു കൊന്നതായിരിക്കുമെന്ന് കരുതി ബ്രാഹ്മണ സ്ത്രീ വലിയൊരു കല്ലെടുത്തിട്ട് കീരിയെ കൊന്നു. അകത്തു പോയപ്പോൾ തന്റെ കുഞ്ഞ് സുരക്ഷിതമായി തൊട്ടിലിൽ കിടക്കുന്നു. നിലത്ത് മൂർഖൻ കീരിയുടെ കടിയേറ്റ് ചത്തുകിടക്കുന്നു. ഈ ഒരു കഥ എല്ലാ അമ്മമാരെയും ഏതൊരു സമയത്തും പഞ്ചതന്ത്രത്തിലെ ഈ കഥ വായിച്ചിട്ടുള്ള എല്ലാ അമ്മമാരെയും പ്രത്യേകിച്ച് കണ്ണ് നനയിക്കുന്ന ഒരു സംഭവമാണ്. അവർക്ക് വല്ലാത്ത കുറ്റബോധം തോന്നി. ഇനി എങ്ങനെ തിരുത്താനാവും നീ തെറ്റ്? അതാണ് പറഞ്ഞത്, സത്യം അന്വേഷിച്ച് നിജസ്ഥിതി ഉറപ്പുവരുത്താതെ ഒരു കാര്യവും ചെയ്യരുത്. ഖുറൽ 463. ആക്കം കരുതി മുതലിഴക്കും ചെയ്വിനൈ ഊക്കാർ അറിവുടയർ. ലാഭത്തിനായി മുതൽ നഷ്ടമാക്കും ചെയ്തി മോഹിക്കയില്ല അറിവുള്ളോർ. താങ്ക് യു. ഖുറൽ 463. ആക്കം കരുതി മുതലിഴയ്ക്കും ചെൽവിനെ ഊക്കാർ അടിവുടയാർ. Wise don't encourage to do works causing loss of wealth at land expecting future profit. The wise never risk present wealth for uncertain future gains. So the Quran warns against reckless financial risk, especially sacrificing current stability for uncertain future profits. There are certain lessons in modern life. Avoid get-rich-quick traps. And regarding land and agriculture contexts, business and investments, always recognize hopeful solutions. Quran 463. ആക്കം കരുതി മുതലിഴയ്ക്കും ചെയ്വിനെ ഊക്കാർ അടിവുടയാർ. Quran 464. தெளிவிலதனை தொடங்கார் இழிவென்னும் ஏதப்பாடு அஞ்சுபவர். தமக்கு இகழ்ச்சி தருவதான ஒரு குறைபாட்டுக்கு அஞ்சுகிறவர்கள் ஊதியம் வரும் என்று தெளிவில்லாத செயலை ஒருபோதும் தொடங்க மாட்டார்கள். அதாவது ஒரு காரியம் ചെയ്താൽ പൈസ കിട്ടും എന്ന് ഉറപ്പ് വരാതെ ആ കാര്യം ബുദ്ധിയുള്ളവർ ചെയ്യത്തില്ല. ഒരു കാര്യത്തിൽ ഇറങ്ങുന്നതിന് മുമ്പ് നല്ലോണം ആലോചിച്ചിട്ട് വേണം ഇറങ്ങണം എന്നാണ് ചുരുക്കം. ഓവർ സർ. ഖുറൽ 464. തെളിവിലതனை தொடங்கார் ഇളിവ് എന്നും ഏതപ്പാട് അഞ്ചുപവർ. തെളിവില്ലാത്തതൊന്നും തുടങ്ങുകില്ല, അപമാനം വരുമെന്ന സംഭീതിയുള്ളോർ. മാനത്തിൻ ഹാനിയെ പേടിക്കും സത്തന്മാർ സാഫല്യമാമെന്നു മോഹിച്ചു ചെയ്യല. ഒരു സംരംഭം തുടങ്ങുന്നതായാലും ഏത് കാര്യമായാലും മാനഹാനിയെ ഇഷ്ടപ്പെടാത്ത സത്തന്മാർ മ്ലേച്ഛ പ്രവൃത്തികൾ ഒന്നും ചെയ്യരുത്. ലാഭം കിട്ടുമെന്നുറപ്പായ ബിസിനസ്സുകൾ ചെയ്യണം എന്ന് പറയുന്നു. മാന്യന്മാർ മ്ലേച്ഛന്മാരാകാൻ ശ്രമിക്കരുത്. തന്റെ മാന്യതയെ ഹനിച്ച് മ്ലേച്ഛന്മാരാകുന്ന പ്രവൃത്തി അധമമാണ്. അറിയാവുന്നതും പരിശീലിച്ചതുമായ തൊഴിലുകളാണ് ചെയ്യേണ്ടത്. എന്നാലേ നമുക്ക് ലാഭം ലഭിക്കുകയുള്ളൂ, അതിൽ വിജയം കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. സ്വയം ചിന്തിക്കുകയും മറ്റുള്ളവരുമായി ആലോചിച്ചും വേണം ഏതൊരു കർമ്മവും ചെയ്യാൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് സംതൃപ്തിയും സന്തോഷവും സമ്പത്തും കൈവരിക തന്നെ ചെയ്യും. ഒരു പ്രവൃത്തി തുടങ്ങുന്നതിന് മുമ്പ് അതുകൊണ്ടുണ്ടാകുന്ന നന്മയും തിന്മയും വിവേചിച്ചറിയുന്നത് നന്നായി. തിരിച്ചറിവ് എന്നതൊരു ജീവിതം പരുവപ്പെടുത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. നന്മ തിന്മകളെ വിവേചിച്ചറിയാൻ കഴിവുണ്ടാകും. വാക്കായാലും പ്രവൃത്തിയായാലും ആശയങ്ങളായാലും അതുകൊണ്ടുണ്ടാകുന്നത് നന്മകളാലുള്ള സത്തുക്കൾ ആയിരിക്കണം. ഒരു ബിസിനസ്, നമ്മളൊരു വാണിജ്യം ചെയ്യുമ്പോൾ മുടക്കുന്ന മുതൽ
മുതലിന് വരവുമായി മുതലും ലാഭവും ഉണ്ടാകണം. വിജയിക്കാൻ ഏത് വാണിജ്യം ചെയ്യണമെന്ന തിരിച്ചറിവും നമുക്ക് ഉണ്ടാകണം. അങ്ങനെയാണെങ്കിൽ ജീവിത വിജയം കൈവരിക്കുവാൻ സാധിക്കും. കുറൾ 464. താങ്ക് യു സർ. കുറൾ 464. തെളിവിലവനെ തെളിവില്ലതനെ കൊടുങ്കാർ ഇളവ് എന്നും ഏതപ്പാട് വെഞ്ചുപവർ. Those who are scared of shameful errors won't begin any unknown trade. Quirrell explains that the prudent avoid ventures they don't understand. The wealth of a man who rushes into trades he knows not, and ruin of the caution who refrain and like pended. It highlights two extremes, the reckless and the overcautious. Quirrell 464. തെളിവിലവൻ തുടങ്കാർ ഇളവ് എന്നും ഏതപ്പാട് അഞ്ചുപവർ. 465. வகையறச் சூழாதெழுதல் பகைவரை பாத்திப் படுப்பதோராறு. ஒரு செயலைப் பற்றி எல்லா வகையிலும் ஆராயாமல் செய்யத் தொடங்குவது பகைவர்னு வச்சா எனிமீஸ் நல்ல பயிருள்ள பாத்தியுள் நிலை நிறுத்துவது போன்ற செயலாகும். அதாவது ஒரு நெல்பாடம் உண்டு. நெல்பாடத்தில் நெல்லுன்னு பകരം പതറല്ല കളച്ചെടികൾ അത് നട്ടു വയ്ക്കുന്നത് പോലെയാണ് ഒരു കാര്യം തുടങ്ങുന്നതിന് മുമ്പ് അത് നല്ലവണ്ണം ആലോചിക്കാതെ കാര്യം ചെയ്യുന്നത് നെൽപ്പാടങ്ങളിൽ കളച്ചെടികളെ നട്ടുവെക്കുന്നതിന് സമം എന്നാണ് കുറൾ പറയുന്നത്. ഓവർ സർ. താങ്ക് യു സർ. കുറൾ 465. വകയറ ചൂഴാതു എഴുതൽ പകൈവരെ പാത്തിപ്പടുതു ഓർ ആറു. പേർത്ത് ചിന്തിക്കാത്ത കർമ്മം പകയോരെ പാത്തിയിൽ താൻ പോറ്റും മാർഗം. അതായത് നാനാവിധത്തിലും വിജയസാധ്യത ചിന്തിച്ച് ഉറപ്പിച്ചിട്ട് മാത്രമേ എന്ത് കർമ്മങ്ങളും ചെയ്യാനായിട്ട് ആരംഭിക്കാവൂ. അല്ലാത്ത പക്ഷം ആ കർമ്മം ഒരിക്കലും വിജയിക്കുകയില്ല. എന്ന് മാത്രമല്ല, അത് ശത്രുക്കളെ പാത്തിയിൽ, അതായത് വെള്ളമൊഴുകുന്ന ചാലിന് സമീപം നട്ടുവളർത്തുന്ന ഒരു കളച്ചെടിയായി എന്ന പോലെ കലാശിക്കുകയും ചെയ്യും. ഇവിടെ ബലം, കാലം, സാധ്യത, സ്ഥലം എല്ലാം ചിന്തിക്കണം. മുൻപിൻ ചിന്തിക്കാതെ ശത്രുരാജ്യം ആക്രമിക്കാനും മറ്റും പുറപ്പെടരുത് എന്ന് സാരം. സംഘർഷം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഒരു ശത്രുവിനെ കാണാൻ പ്രയാസമാണ്. ശരിയായ ആസൂത്രണമില്ലാതെ ഒരു പ്രവൃത്തി ആരംഭിക്കുന്നത് എതിർ ടീമിനെ ഫലഭൂയിഷ്ടമായ മണ്ണിൽ സ്ഥാപിക്കാനുള്ള ഒരു മാർഗമാണ്. പൂർണ്ണമായി വിശകലനം ചെയ്യാതെയും തയ്യാറെടുപ്പുകൾ നടത്താതെയും ശത്രുവിനെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നത് ശത്രുവിന്റെ ശക്തി ക്രമേണ വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു മാർഗമായി മാറുമെന്ന് ഈ കുറൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. കുറൾ 465. വകയറ ചൂഴാതു എഴുതൽ പകൈവരെ പാത്തി പടുപ്പതു ഓർ ആറു. പേർത്തു ചിന്തിക്കാത്ത കർമ്മം പകയോരെ പാത്തിയിൽ താൻ പോറ്റും മാർഗം. താങ്ക് യു. Quirrell 465. Those who are scared of shameful errors won't begin any unknown trade. The Quirrell interprets in three ways. The fear of shameful errors leads to ethical risk assessments. An unknown trade means uncharted ethical territory. And finally, the psychological depth. The modern parallel for moral injury is professional force to comprise values. Quirrell 465. Vageyara churadu
எழுதல் பகைவரை பாத்திப்படுத்தோர். 466. செய்தக்க அல்ல செயக்கெடும், செய்தக்க செய்யாமையானும் கெடும். அதாவது செய்ய தகுந்தது அல்லாத ஒரு செயலை செய்தாலும் பொருள் கெடும், செய்ய தகுந்த செயலை செய்யாமையாலும் பொருள் கெடும். அதாவது செய்தக்க அல்ல, ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളെ ചെയ്താൽ ആ കാര്യം ഇതായി പോകും, കൊളാവും എന്നാണ് പറയുന്നത്. അതുപോലെ ചെയ്തക്ക ചെയ്യാമൈ, ചെയ്യ വേണ്ടിയ കാര്യങ്ങൾ ചെയ്യാതിരുന്നാലും അതും നാശമാകും എന്നാണ് കുറൾ പറയുന്നത്. ചെയ്യേണ്ടിയ കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യണം, ചെയ്യേണ്ട അല്ലാത്ത കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അതാണ് തിരുവള്ളുവർ പറയുന്നത്. ഓവർ സർ. താങ്ക് യു സർ. കുറൾ 466. ചെയ്തക്ക അല്ല ചെയ്യക്കെടും, ചെയ്തക്ക ചെയ്യാമേ യാനും കെടും. ചെയ്യരുതാത്തവ ചെയ്യക്കെടും, ചെയ്യാനുള്ളവ ചെയ്യായികിലും താൻ. അതായത് ജീവിതം സംഘർഷഭരിതമായ ഒരു നീണ്ട കഥയായിരിക്കെ തന്നെ അതിന്റെ പരിണാമം എന്തായിരിക്കണം? തീർച്ചയായും അത് സന്തോഷപ്രദം തന്നെ ആയിരിക്കും. ലൈഫ് ഈസ് എ ട്രാജഡി ഫോർ ഓൾ തോട്ട്ഫുൾ സോൾസ് എന്ന് ഷേക്സ്പിയർ പറയുന്നു. ചിന്തിക്കുന്ന ആത്മാവിനൊക്കെ ജീവിതം ദുരന്ത പര്യവസായി ആയിരിക്കും എന്നാണ് ഇതിന്റെ ധ്വനി. ഓരോ നാടിന്റെയും സാംസ്കാരിക പ്രതലം അനുസരിച്ചാണ് ദർശനങ്ങൾ രൂപപ്പെടുക. എക്കാലത്തും ശുഭചിന്തകളുടെ വിളഭൂമിയായിരുന്നു ഭാരതം. ക്ഷമയുള്ള മാട് തെളിഞ്ഞ വെള്ളം കുടിക്കും എന്ന ലളിതമായ ചൊല്ലിൽ പോലും അതിഗഹനമായ ഒരാശയം ഒതുക്കാൻ നമുക്ക് കഴിഞ്ഞു. അർത്ഥവത്തും അനുഭവ സമ്പന്നവുമാണ് നമ്മുടെ നാടൻ ചൊല്ലുകൾ പോലും. അവയ്ക്ക് അതേ തൂക്കത്തിൽ പകരം വയ്ക്കാവുന്ന ചൊല്ലുകൾ വൈദേശിക ഭാഷകളിൽ കണ്ടെത്തുക പ്രയാസമാണ്. ഇവിടെ ജീവിതം ശുഭപര്യവസായിയാണ്. കൂടുതൽ ചിന്തിക്കുന്നവർക്കേ അത് കൂടുതൽ ശുഭകരമാവൂ എന്നാണ് അനുഭവം. ഭൗതികത്തിൽ കവിഞ്ഞ ഒരു ആത്മീയ തലത്തിലാണ് അവയെല്ലാം രൂപപ്പെട്ടിട്ടുള്ളത് എന്നതാണ് അതിന് കാരണം. നിഷിദ്ധവും വിനാശകരവും ഒരിക്കലും ചെയ്തുകൂടാത്തതുമായ കാര്യങ്ങൾ ചെയ്താൽ ഫലം നാശം തന്നെ. അതുപോലെ സ്വധർമ്മ പരിപാലനത്തിന്റെ ഭാഗമായിട്ടുള്ളതും ചെയ്തേ തീരൂ എന്നുള്ളവയും ആയ കർമ്മങ്ങൾ യഥാസമയം ചെയ്യാതിരുന്നാലും ഫലം നാശം തന്നെ. ഒരു കൃഷിക്കാരൻ പാടത്ത് വിത്ത് വിതച്ചിട്ട് നേരെ കാശിക്ക് പോയാൽ എന്തായിരിക്കും അവസ്ഥ? എല്ലാം വേണം, ചെയ്യേണ്ടതെല്ലാം ചെയ്യേണ്ട സമയത്ത് ചെയ്യണം. പരീക്ഷ കഴിഞ്ഞല്ല പഠിക്കേണ്ടത് എന്നുള്ള പാഠവും നമുക്ക് ഓർക്കേണ്ടതാണ്. നിങ്ങളുടെ വീഴ്ചകളിൽ ആത്മാർത്ഥമായി സഹതപിക്കുന്ന ഒരാളുണ്ടാവാം. പക്ഷെ മറുവശത്ത് അത് കണ്ട് ആഹ്ലാദിച്ച് കൈകൊട്ടിച്ചിരിക്കുന്ന ആയിരങ്ങൾ ഉണ്ട് എന്ന കാര്യം മറക്കരുത്. കുറൾ 466. ചെയ്തക്ക അല്ല ചെയ്യക്കെടും, ചെയ്തക്ക ചെയ്യാമൈ യാനും കെടും. ചെയ്യരുതാത്തവ ചെയ്തക്കെടും, ചെയ്യാനുള്ളവ ചെയ്യായികിലും താൻ. താങ്ക് യു. Scroll 466. One perishes by doing things which must never be done, and by not doing things to be done. Scroll 467. எண்ணித் துணிக கருமம் துணிந்தபின் எண்ணுவம் என்பது ഇളുക്ക്. ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് നല്ലോണം ആലോചിച്ചിട്ട് വേണം ചെയ്യണം. കാര്യം തുടങ്ങിക്കഴിഞ്ഞിട്ട് പിന്നീട് ആലോചിക്കുന്നത് ഇളുക്ക്, നല്ലതല്ല എന്നാണ് പറയുന്നത്. അതായത് നന്നാக எண்ணிய பின்னரே ഒരു செயலை செய்ய துணிய வேண்டும். துணிந்த பின், അങ്ങനെ നമ്മൾ തുടങ്ങി കഴിഞ്ഞതിന് ശേഷം എണ്ണുവോം എന്ന് എதையும் നിனைப்பது കുറ്റമാകും. ഒരു കാര്യത്തെ തുടങ്ങിയിട്ട് പിന്നീട് നമുക്ക് ആലോചിക്കാം എന്ന് ചിന്തിക്കുന്നത് ശരിയല്ല എന്നാണ് കുറൾ പറയുന്നത്. ഓവർ സർ. താങ്ക് യു സർ. കുറൾ 467. എണ്ണിത്തുണിക കരുമും തുണിന്തപിൻ എണ്ണവം
80 ഇഴുക്കു. എണ്ണി തുനിയുക കർമ്മം തുനിഞ്ഞ പെണ്ണുന്നതോ ബുദ്ധിശൂന്യം. അതായത് ചെയ്യത്തക്കതായ കർമ്മമാണെങ്കിൽ പോലും അത് ചെയ്യുന്നതിന് മുൻപ് അതിന്റെ എല്ലാ വശങ്ങളെയും കുറിച്ചുള്ള വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം. തുനിഞ്ഞിറങ്ങിയാൽ അത് വിജയിപ്പിക്കുവാനുള്ള ഉപാധികളെല്ലാം മുൻകൂട്ടി കണ്ടിരിക്കണം. അല്ലാതെ തോന്നിയ പാടെ ഓരോന്നിനു പുറപ്പെടുന്നതും അതിനുശേഷം ചിന്തിക്കാൻ തുടങ്ങുന്നതും ഒട്ടും ബുദ്ധിയല്ല. അത് അപഹാസ്യമായേ കലാശിക്കുവെന്ന് ഖുറൽ ഓർമ്മിപ്പിക്കുന്നു. ഒരു പ്രവൃത്തി ധൈര്യത്തോടെയാവണം ആരംഭിക്കേണ്ടത്. അതിനുള്ള മാർഗങ്ങൾ ആലോചിച്ചതിന് ശേഷം, ധൈര്യം കാണിച്ചതിന് ശേഷം അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് കുറ്റകരമാണ്. ശ്രദ്ധാപൂർവം ചിന്തിച്ചതിന് ശേഷം മാത്രമേ ഒരാൾ നടപടിയെടുക്കാവൂ. ഇറങ്ങിയതിന് ശേഷം ചിന്തിക്കുന്നത് തെറ്റാണെന്നും ഈ ഖുറൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഖുറൽ 467. എണ്ണി തുണിക കരുമം തുണിന്തപിൻ എണ്ണവം 80 ഇഴുക്കു. എണ്ണി തുനിയുക കർമ്മം തുനിഞ്ഞ പിൻപെണ്ണുന്നതോ ബുദ്ധിശൂന്യം. താങ്ക് യു. ഖുറൽ 467. Okay, 467. Before starting a job, think clearly about it. Thinking after commencement is wrong. Meaning, think before you act. Acting without consideration is a disgrace. This highlights the need for thoughtfulness and planning before initiating any task. Rushing into action can lead to negative consequences. The importance of action. Quiral 47 teaches the one should evaluate and understand the methods, means for accomplishing a task before initiating it. Once you have started an action, reverting to the thought process to reconsider can be seen as a fault. It is essential to engage in careful contemplation before undertaking any endeavor. The consequence of rashness. The verse warns against the mindset of we think after we act. Such behavior is criticized, as it may be lead to unfavorable outcome and potential embarrassment for the individual who does not prepare adequately. Then applicable wisdom. This teaching encourages individuals to adopt a systematic approach to actions, ensuring success through thorough planning and appropriate strategies. It reflects wisdom applicable in everyday decision-making, professional environment, and personal situations. In the essence, Quiral 47 serves as a compelling reminder of the necessity of deliberation, urging us to act wisely and with foresight. This practice is pivotal in navigating complex situations and leads to more favorable outcome in various aspects of life. Okay, over. ഖുറൽ 467. എണ്ണി തുണിക കരുമം തുണിന്ത പിൻ എണ്ണവം 80. ഖുറൽ 468. ஆற்றின் வருந்தா வருத்தம் பலர் நின்று போற்றினும் ஒத்துப்படும். எத்தனை பேர்தான் துணையாக இருந்தாலும் முறையாக செய்யப்படாத முயற்சி இறுதியில் മുടങ്ങി പോയിവിടും. സിസ്റ്റമാറ്റിക് നേരത്തെ ഉള്ള കുറൾ പോലെ തന്നെ റായ് സാർ പറഞ്ഞതുപോലെ തന്നെ സിസ്റ്റമാറ്റിക് പ്ലാൻ ഇല്ലാതെ നമ്മൾ തുടങ്ങുന്ന കാര്യം എത്ര പേര് നമ്മുടെ കൂടെ നിന്നാലും അവസാനം അത് പൊള്ളയായി പോവും എന്നാണ് സാരം. അതായത് ഏത് കാര്യം ചെയ്താലും നല്ലോണം പ്ലാൻ ചെയ്തിട്ട് ആ കാര്യം ചെയ്യാൻ ഇറങ്ങണം എന്നാണ് ഖുറൽ പറയുന്നത്. ഓവർ സർ. ഖുറൽ 468.
ആറ്റിൻ വറുന്താ വരുത്തം പലർ നിന്തു പോറ്റിനും പൊത്തുപടും പരിണാമം ചിന്തിക്കാകർമ്മം പലർ നിന്നു പാലിച്ചിലും തുലഞ്ഞിടും. നന്നായി ചിന്തിച്ചു ചെയ്യാത്ത കാര്യങ്ങൾ പലരും തുണയ്ക്കലും ഫലത്തിൽ ഇളപ്പെടും. നല്ലവണ്ണം ചിന്തിച്ച് തയ്യാറാക്കാത്ത പ്രവൃത്തികൾ പലതും ആരുടെ തന്നെ പിന്തുണ ഉണ്ടായാലും ഫലപ്പെടുകയില്ല. എല്ലാ പിന്തുണയും എല്ലാവരുടെയും പ്രോത്സാഹനവും ഉണ്ടെങ്കിലും നല്ലവണ്ണം ചിന്തിച്ചുറപ്പിച്ച് ചെയ്യാതിരുന്നാൽ നമുക്ക് പരാജയം തന്നെ ഉണ്ടാകും. ഫലപ്രാപ്തി പൂർണ്ണമായി നേടാൻ സാധിക്കുകയില്ല. അമ്പേ പരാജയം സംഭവിക്കും. നാം നമ്മുടെ പ്രവൃത്തിയിൽ വിജയിക്കുക എന്നത് സൽക്കർമ്മ ഫലപ്രാപ്തിയും ജീവിത സായുജ്യമടയതും. അതുകൊണ്ട് നാം എന്ത് ചെയ്യണം? ഏതൊരു കാര്യവും നല്ലവണ്ണം ആലോചിച്ച് തീരുമാനിച്ചതിന് ശേഷം മാത്രമേ തുടങ്ങാവൂ. അല്ലാതെ തുടങ്ങിയാൽ നമുക്ക് ശുഭം ഉണ്ടാവുകയില്ല. മധ്യത്തിൽ വെച്ച് അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കിയാലോ എന്ത് ചെയ്യും? പ്രവൃത്തി മുഴുവനാക്കാൻ സാധ്യമല്ല. ധർമ്മവും കർമ്മവും അറിഞ്ഞ് കാര്യങ്ങളെ സമീപിക്കുക എന്നത് പ്രധാനമാണ്. ചെയ്യാൻ പോകുന്ന പ്രവൃത്തി, ആ പ്രവൃത്തിയുടെ വഴി എന്നിവ ചിന്തിച്ചു ഉറപ്പിക്കുക, ശേഷം പ്രായോഗികമാക്കുക. അപ്പോൾ നമുക്ക് നല്ല ഭാവി ഉണ്ടാകും. തുടങ്ങുന്നതിന് മുമ്പ് ആലോചിച്ചു തുടങ്ങുക. പലരോടും നിനയാതെ ഒരു കാര്യം തുടങ്ങല്ല എന്ന് പറയും പോലെ ആലോചിച്ചു ഉറപ്പിച്ച് നാം തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ശുഭകരമായി തീരും. താങ്ക് യു. The effort of one working improper fails even though many others help him. The Kurul explains some insights. The improper work always fails. There is a structural flaw. The methodology means this unscientific business model may fail, or ethics. Many of them are explorative practices, and in planning, it is unrealistic deadlines. So the effort of one working improper fails, even though many others help him. Kurul 468. ആറ്റിൻ വരുന്ന വരുത്തം പലർ നിന്റെ പൊറ്റിലും ഒത്തപ്പെടും. Kurul 469. நன்றாற்றலுள்ளும் தவறுண்டு அவரவர் பண்பறிந்து ஆற்றா கடை. ஒருவருடைய இயல்பை புரிந்து கொண்டு നന്മ നമ്മൾ നല്ല കാര്യം ചെയ്യുന്നതിനും ആർക്ക് നമ്മൾ ചെയ്യാൻ പോകുന്നോ അവൻ്റെ നല്ല ഗുണം ഉണ്ടോ എന്ന് ആലോചിച്ചിട്ട് വേണം ചെയ്യണം. അങ്ങനെ ചെയ്തില്ലെങ്കിൽ അതുവേ തീമയാക തിരുപ്പിത്താക്കും. അത് നമുക്ക് തിന്മയായിട്ട് തന്നെ വിടിയും. അതായത് ഇതിൽ തന്നെ വിഴലുക്ക് ഇറൈത്ത നീർ പോലെന്ന് ചൊല്ലിട്ട് ഒരു പഴഞ്ചൊല്ലുണ്ട്. വിഴൽ എന്ന് വെച്ചാൽ പാഴ്നിലം. പാഴ്നിലത്തിൽ നമ്മൾ വെള്ളം കോരി ഒഴിച്ചിട്ട് ഒരു കാര്യവുമില്ല, അതിൽ ഒന്നും വരാൻ പോകുന്നില്ല. അതുപോലെ പാഴ്നിലം പോലെയാണ് അർഹത ഇല്ലാത്തവർക്ക് ചെയ്യുന്ന നല്ല കാര്യത്തെ കൊണ്ട് നമുക്ക് ഒരു പ്രയോജനവും ഇല്ല. നമുക്ക് അത് തിന്മയായിട്ട് തന്നെ ഭവിക്കും എന്നാണ് സാരം. ഓവർ സർ. താങ്ക് യു സർ. കുറൽ 469. നൻറാറ്റലുള്ളം തവറുണ്ടു അവരവർ പண்பு അറിന്തു ആറ്റാക്കടൈ. നന്മതാൻ ചെയ്കിലും കുറ്റമുണ്ട് അന്യർതൻ തന്മ കണ്ടറിയാതെ ചെയ്കിൽ. അർഹമായ തീരുമാനം എടുക്കാൻ കഴിയാതെ ഇത് കർത്തവ്യതാമ്യൂഢരായിരിക്കുന്ന ധാരാളം പേരെ നമുക്ക് ചുറ്റും കാണാൻ കഴിയും. അവർ തന്നോട് തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: എന്ത് ചെയ്യണം എന്ന് ഓർക്കുമ്പോൾ ഒരെത്തും പിടിയും കിട്ടാത്ത അവസ്ഥ എന്ന നിസ്സഹായതയും നാം കാണുന്നു. എന്തൊക്കെയോ ചെയ്യാനുണ്ട്, അതിന് ഒരു രൂപവുമായിട്ടില്ല എന്നതത്രേ ഇവിടുത്തെ അവസ്ഥ. അവിടെയാണ് അബദ്ധത്തിന്റെ ആരംഭം. വ്യക്തമായ ഒരു രൂപം ആദ്യമേ ഉണ്ടാകണം. ഏതൊക്കെ രീതികളിലൂടെ, സമീപനങ്ങളിലൂടെ മുമ്പോട്ട് പോയാൽ കാര്യം ചെയ്യിക്കും എന്ന് ചിന്തിച്ച് യുക്തമായ ഒരു വഴി കണ്ടെത്തണം. പരിചയസമ്പന്നരായ ആരുടെയെങ്കിലും സഹായം വേണ്ടി വരികയാണെങ്കിൽ അക്കാര്യം തീർച്ചയായും ഉറപ്പിക്കണം.
തുടങ്ങുന്നതിനു മുൻപ് യാതൊരു സംശയവും അവശേഷിക്കരുത്. സംശയിച്ചാൽ പരാജയമാണത്രേ ഫലം. സംശയാത്മാവിനശ്വതി എന്നൊരു ചൊല്ലുണ്ട്. സംശയിക്കുന്ന ആത്മാവ് നാശമടയുന്നു എന്ന് സാരം. എല്ലാമായി കഴിഞ്ഞാൽ ദൃഢമായ തീരുമാനത്തിൽ ഉറച്ച് മുമ്പോട്ട് പോവുക. വിജയം സുനിശ്ചിതമാണ്. ലോകം നിസാരമെന്ന് കരുതി അപഹസിക്കുകയോ അംഗീകരിക്കാതിരിക്കുകയോ ചെയ്യുന്ന ഒരു പ്രവൃത്തിയും അന്തസ്സുള്ള ഒരു രാജാവ്, ഒരു ഭരണാധികാരി സ്വപ്നത്തിൽ പോലും ചെയ്യരുത്. സ്വന്തം സ്ഥാനമഹിമയെ സ്വയം ഇടിച്ചു താഴ്ത്തുന്ന ഒരു ഭരണാധികാരിയെ എങ്ങനെയാണ് ജനം ബഹുമാനിക്കാൻ തയ്യാറാവുക? കുറൽ 469. നൻറാറ്റലുള്ളും തവറുണ്ടു അവരവർ പൺപു അറിന്തു ആറ്റാക്കടൈ. നന്മതാൻ ചെയ്കിലും കുറ്റമുണ്ടന്യർതൻ തന്മ കണ്ടറിയാതെ ചെയ്കിൽ. താങ്ക് യു സർ. Plural 469 emphasizes the importance of understanding individual dispositions when planning actions, as even good intention may lead to failure without this consideration. Even actions performed with good intentions may yield mistakes when one fails to consider the character and disposition of others. This highlights a vital principle in human interactions and decision-making process. Understanding dispositions mean the Quran points out that successful interactions and decisions depend on recognizing and accommodating the unique traits and characteristics of individuals involved. Misjudging these can lead to unintended consequences, even if the original intention are positive. Acting with consideration. It implies that acting after due consideration of the situation and the individuals involved in crucial, it suggests that a lack of awareness or consideration could result in flawed actions that could potentially harm rather than help. Practical implications of this. In leadership, leaders should consider the strengths, weakness, and personalities of their team members before assigning tasks or making decisions. The approach fosters cooperation and minimizes the conflict. The relationship. In personal relationships, understanding a partner's trait and preference can prevent misunderstanding and strain, promoting a healthier dynamic. In every decision, the principle applies in daily interactions, reminding us to be mindful of how our actions affect others based on their particular dispositions and circumstances. In conclusion, Quran 469 serves as a profound reminder of the necessity of thoughtful consideration and understanding in all actions and relationships. By being aware of diverse traits of others, we can enhance our decision-making and interactions, leading to more harmonious outcomes. It encapsulates the essence of acting after due consideration, advocating for thoughtful engagement in all activities. അവനവന്റെ കഴിവുകൾ മനസ്സിലാക്കി അതിന് തക്ക തൊഴിൽ ചെയ്തില്ലെങ്കിൽ സത്കർമ്മം ചെയ്താലും നഷ്ടം അനുഭവിക്കുന്ന സാധനം. ഓക്കെ, താങ്ക് യു. Quran 469. തൻറാറ്റലുള്ളും കവർ ഉണ്ട് അവരവർ അറിന്ത് ആറ്റാക്കടൈ. Quran 4:7. எள்ளாத எண்ணிச் செயல் வேண்டும் தம்மோடு கொள்ளாது உலகு. உயர்ந்தோர் இகழ்ச்சியாக நினையாத செயல்களையே ஆராய்ந்து செய்ய வேண்டும். உயர்ந்தோர் தம் தகுதியோடு பொருந்தாதவற்றை ஏற்கவே മാട്ടാர்கள். അതായത് ഒരു കാര്യം നമ്മൾ ചെയ്യുന്ന കാര്യം നമ്മുടെ സ്റ്റാൻഡേർഡിന് അനുസരിച്ചിരിക്കണം. നമ്മുടെ സ്റ്റാൻഡേർഡിന് താഴെ ഉള്ള കാര്യങ്ങളെ നല്ല ആൾക്കാർ ചെയ്യത്തില്ല എന്നാണ് അതിൻ്റെ അർത്ഥം.
ഓവർ. 470 ഇന്നത്തെ തിരുക്കുറളിന്റെ അവസാനത്തെ കുറൾ. എള്ളാത എണ്ണി செயல் வேண்டும் തമ്മൊടു കൊള്ളാതെ കൊള്ളോത് ഉലകും. എള്ളാത്തതെണ്ണി പ്രവർത്തിക്ക തൻ നിലയ്ക്കല്ലാത്ത ഉൾക്കൊള്ളാ ലോകം. തങ്ങളുടെ നിലയ്ക്കു ചേരാത്ത തൊഴിലിനെ ജനം അംഗീകരിക്കില്ല. അതിനാൽ ആക്ഷേപങ്ങൾക്കിടയില്ലാത്ത തൊഴിൽ ആലോചിച്ച് ചെയ്യണം. പദവിക്ക് ചേരാത്ത ജോലികൾ ആളുകൾ സ്വീകരിക്കത്തില്ല. അതുകൊണ്ട് ചിന്തിക്കുകയും കുറ്റമറ്റ പ്രവൃത്തി ചെയ്യുകയും ചെയ്യുക. യോഗ്യതയ്ക്കു നിരക്കാത്ത കർമ്മം ലോകർ പഴിച്ചിടും. തനിക്ക് താഴ്ച പറ്റാത്ത കാര്യം ചെയ്യാനൊരുങ്ങണം എന്നാണ് കവിയുടെ വാക്കുകൾ. ഇതിന് എല്ലാം കൂടി ചേർത്ത് ഇവിടെ എല്ലാവരും നന്നായി വിശദീകരിച്ചിട്ടുണ്ട്. എങ്കിലും ഞാനൊരു ഒരു അവസാനപ്പുറ എന്നുള്ള നിലയിൽ ഒരു കൺക്ലൂഷൻ കൂടി പതിവ് പോലെ നടത്തുന്നു. ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യുന്നത് വിനാശകരമാണ്. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതും അതുപോലെ തന്നെയാണ്. തുടങ്ങുന്നതിന് മുമ്പ് ചിന്തിക്കുക. അത് ചിന്തിക്കാൻ മന്ത്രങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിന്തിക്കാം. ലോകം കൈയടിച്ചാലും തെറ്റായ രീതിയിൽ കഠിനാധ്വാനം ചെയ്താൽ അത് വ്യർത്ഥമായിരിക്കും. നല്ല ഉദ്ദേശത്തോടെയുള്ള പ്രവർത്തനങ്ങൾ അവ ഇഷ്ടാനുസൃതമാക്കിയില്ലെങ്കിൽ തെറ്റായി പോയേക്കാം. ലോകം നിങ്ങളെ പരിഹസിക്കാതിരിക്കാൻ കാര്യങ്ങളെ വിലയിരുത്തുകയും പ്രവർത്തിക്കുകയും ചെയ്യുക. യോഗ്യതയ്ക്ക് ചേർന്ന തൊഴിലുകളാണ് ഓരോരുത്തരും ചെയ്യേണ്ടത്. അവനവന്റെ വിലയും അറിഞ്ഞ് വളരെ മെച്ചപ്പെട്ട പാൽപ്പായസം മോശപ്പെട്ട കോളാമ്പിയിൽ ആരും വിളമ്പാറില്ല. ഓക്കെ, വളരെ മനോഹരമായിട്ടുള്ള ആശയങ്ങൾ നിത്യജീവിതത്തിലേക്ക് എല്ലാവർക്കും ഉപകാരം ചെയ്യുന്നു. ഇവിടെ വിശേഷാൽ ഈ തിരുവള്ളുവർ രാജാവിനെ അല്ലെങ്കിൽ ഭരണകർത്താക്കളെയൊക്കെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. എന്നാൽ ഇവിടെ കൂടിയിരിക്കുന്ന എളിയവരായ നമുക്കും ഇത് ഏറെ പ്രായോഗികമാക്കാൻ ഉള്ളത് തന്നെ. ഞാൻ നിർത്തുമ്പോൾ ഇന്നത്തെ ഈ പ്രചരണത്തിൽ പങ്കാളികളായിരിക്കുന്ന സാബു സാറിനോടും ആദി ഭഗവാൻ സാറിനോടും പ്രിയപ്പെട്ട ഉഷ ടീച്ചറിനോടും അതുപോലെ ജോർജ് സാർ, റോയ് സാർ എന്നിവരോടുമുള്ള പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. ആരെയും വിട്ടുപോയിട്ടില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ, ദൈവാനുഗ്രഹം ഉണ്ടായിരിക്കട്ടെ. താങ്ക് യു. വീണ്ടും കാണാം. 470 people won't approve jobs not suiting status. Hence, think and do blameless work. So, ഇന്നത്തെ വളരെ പ്രാധാന്യമുള്ളൊരു വിഷയമാണ്. പ്രത്യേകിച്ച് പൊതുജന തലത്തിൽ അല്ലെങ്കിൽ ഇപ്പോൾ സമൂഹവുമായിട്ട് ജീവിക്കുമ്പോൾ ഓരോ വ്യക്തികളും ചെയ്യുന്ന ജോലി അത് കൃത്യതയില്ലെങ്കിൽ അതൊരു പ്രയോജനകരമല്ലാത്ത റിസൾട്ടിലേക്ക് എത്തിക്കുമെന്നുള്ളതാണ്. മോർദ സർ പറയും. ഒന്ന് രണ്ട് ഹോസ്പിറ്റൽ ഡ്യൂട്ടിലായിപ്പോയി. വൈഫിന്റെ ചേട്ടൻ അളിയനൊരു കാർ ആക്സിഡന്റ് ആയിപ്പോയി കഴിഞ്ഞ തിങ്കളാഴ്ച. വീട്ടിൽ നിന്ന് എതിരെയുള്ളൊരു കടയിലേക്ക് കുഞ്ഞുമായിട്ട്
കിംസിലാണ്, ഇപ്പോഴും വെന്റിലേറ്ററിലാണ്. മറ്റേ അപകടം തന്നതായെന്നുള്ളൂ, എന്നാലും ഓരോ കോംപ്ലിക്കേഷൻ്റെ അതിൽപ്പെട്ടുള്ള കാര്യം. അതുകൊണ്ട് ലേറ്റായിട്ട് തന്നെ ഞാൻ അത് നമ്മുടെ ഗ്രൂപ്പിൽ ഇടാൻ സാധിച്ചത്. പിന്നെ നമ്മുടെ ആദിഭോഗൻ സാറ് ഉള്ളത് കൊണ്ട് നമുക്ക് ആപത്തിന് ഉതവും. സാർ അത് ഏറ്റെടുത്ത ദൗത്യം. പിന്നെ ഉഷാ മാഡവും ജോസി സാറും റോയ് സാറും എല്ലാം വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചു. പിന്നെ ഇന്നത്തെ സാറിന് അതിൽ എപ്പോഴും പറയുന്ന പോലെ ഒരു അധികാരത്തിന് 2-3 നമുക്ക് നിത്യ ജീവിതത്തിൽ ഞാനൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നത് മാത്രമല്ല, മറന്നു പോകാതെ എല്ലായിടത്തും പറയുന്ന ഒന്നാണ്. മൂന്നാമത്തതാണ് അത് ഗാംബ്ലിംഗ് ആകുമ്പോഴും അടുത്തായിട്ടുള്ള ഫൈനാൻഷ്യൽ നമ്മുടെ മുമ്പ് ഇങ്ങനെ ഒരു ചോദ്യചിഹ്നമായിട്ട് എന്ന് നമ്മളെ പിടിച്ചു നിർത്തുന്ന ഈ ഒരു കുറളാണ്. അത് പണ്ട് സ്കൂളിൽ പഠിച്ചെങ്കിലും അത് എല്ലാ കാലഘട്ടത്തിലും ആക്കം കരുതി മുതലെടുക്കും പിന്നെ ഊക്കാർ അവിടെ അത് ഇങ്ങനെ വന്ന ഒരു കവചം പോലെ നിൽക്കുകയാണ്. അറിഞ്ഞോ അറിയാതോ ചെന്ന് ചാടല്ലേ ചാടല്ലേ എന്ന് പിറകെ നിന്ന് വിളിച്ചു പറയുന്ന പോലെ. അതുപോലെയാണ് 7ാമത്തതും അതുപോലെയാണ്, ആ കുറളാണ്. 7 എന്ന് പറഞ്ഞത് എണ്ണി തുണിക കരുമം തുണിന്തവൻ എണ്ണുവം என்பത് ഇഴുക്ക്. അത് ബിസിനസിന്റെ കാര്യത്തിൽ മാത്രമല്ല, ഏത് ഒരു പ്രവൃത്തിയിലും ആദ്യം തന്നെ ചിന്തിച്ച് ഉറപ്പായതിനു ശേഷം മാത്രം അതിലേക്ക് ഇറങ്ങി ചെല്ലുക. അല്ലാതെ അങ്ങനെ ഇറങ്ങി ചെന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൽ നിന്നും മാറുകയും ചെയ്യരുത്, എങ്കിലേ വിജയം കൈവരിക്കാൻ സാധിക്കുള്ളൂ എന്നത്. അപ്പം ഈ 3, 7 ഇതൊക്കെ എന്നും നമ്മൾ ഓർത്ത്, മിക്കവാറും സ്കൂളിലോ കോളേജിലോ പഠിച്ച് തമിഴ് സ്റ്റുഡൻസ് എല്ലാവരും ഓർക്കുന്ന ഒരു ഇതാണ് 7. പിന്നെ ഉള്ളത് അവസാനത്തതാണ് എല്ലാതെ എണ്ണി ചെയ്യൽ വേണ്ടി നമ്മോട് കൊള്ളാതെ വരരുത്. അത് ചെയ്യാൻ പാടില്ലത് ചെയ്യരുത്. നമ്മുടെ അവനവൻ്റെ പിന്നെ സ്റ്റാൻഡേർഡിനും അവനവൻ്റെ നിലവാരത്തിനും ഒത്തുകെ ചെയ്യാവൂ എന്ന് പറയുന്നത്. ഇതൊക്കെ ഈ പറഞ്ഞ പോലെ 2000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വള്ളൂർ അദ്ദേഹത്തിന്റെ സ്വന്തം ജീവിത ശൈലിയിൽ നിന്നും കുറിച്ചെടുത്തതാണെന്നുള്ളതാണ് നമ്മൾ ഓർക്കണം. അത് ഈ കാലഘട്ടത്തിലും ഇപ്പോഴത്തെ മനുഷ്യന് പോലും അത് ഒട്ടും ഒരു വിധത്തിലും വ്യതിചലിക്കാതെ ഏത് ജാതിയെന്നോ ഏത് വർഗമെന്നോ ഒന്നും നോക്കരുത്, സ്ത്രീക്കായാലും പുരുഷനായാലും എല്ലാവർക്കും അത് അദ്ദേഹം മുൻനിർത്തി പറഞ്ഞത് ആര് തന്നെയാണ്. അതായത് ഒരു നാട് ഭരിക്കുന്ന അരസന് എന്തൊക്കെ വേണമെന്നുള്ളത് പറയാം. പിന്നെ എന്താ പറഞ്ഞാല് ഏതാ പ്രജ അതുപോലെയാണ് പറയുന്നത്. പ്രജകൾ എങ്ങനെയാണോ അതുപോലെ ആയിരിക്കും രാജാവ്, രാജാവ് എങ്ങനെയാണോ അതുപോലെ ആയിരിക്കും പ്രജകൾ. അപ്പൊ രണ്ടുപേർക്കും പൊതുവായിട്ടുള്ള കാര്യങ്ങളാണ് ഈ പിന്നെ അദ്ദേഹത്തിൽ പറഞ്ഞു പോകുന്നത്. ഇനി അടുത്തത് പറയുന്നത് ബലത്തെ കുറിച്ചാണ്. തനിക്ക് പിൻബലം മാത്രമല്ല സപ്പോർട്ടായിട്ട് നിൽക്കുന്നതാണ് ശക്തിബോധം, സെൻസ് ഓഫ് സ്ട്രെങ്ത് എന്നാണ് പറയുന്നത്. നമുക്ക് എന്താണ് നമ്മുടെ ബലം, അല്ലെങ്കിൽ ശത്രുവിന്റെ ബലം എന്താണ് എന്ന് അറിഞ്ഞു വേണം ഒരു കാര്യത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്. അത് വളരെ ഭംഗിയായിട്ട് തന്നെ പറയുന്നുണ്ട്. ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിലും നമുക്കത് അർത്ഥമുള്ളവർ പറഞ്ഞു. സാമ ദാന ഭേദ ദണ്ഡപ്രകരണങ്ങളിലൂടെ ഭരണസാരഥ്യം നിർവഹിക്കുന്ന അരസൻ ചതുരൂപവായങ്ങളിൽ നിപുണനായിരിക്കുന്നതോടൊപ്പം എല്ലാ തരത്തിലുമുള്ള ബലങ്ങളും അറിവിന്റെ ഉടമയുമായിരിക്കണം എന്നാണ് പറയുന്നത്. അത് ഓരോന്നിനെ കുറിച്ച് നമുക്ക് എന്തൊക്കെ ഇപ്പൊ പടക്കണക്കിൽ കാലാൾപ്പടയും ആനപ്പടയും കുതിരപ്പടയും തേർപ്പടയൊക്കെയാണ് പറയുന്നത്. ആ സൈന്യം. അപ്പൊ ആ ഓരോന്നിന്റെയും ബലത്തെ അറിഞ്ഞിരിക്കണം, ശത്രുവിന്റെ ബലം അറിഞ്ഞിരിക്കണം, അത് എങ്ങനെ നമുക്കത് പ്രതികരിക്കാൻ പറ്റുമെന്ന് അറിയണം. ഇങ്ങനെയൊക്കെ അറിഞ്ഞുവേണം. അത് ആ കാലഘട്ടത്തിലൊക്കെ ആണെങ്കിൽ പോലും ഈ കാലഘട്ടത്തിലേക്ക് അത് തന്നെയാണ്. ഒരു പ്രവർത്തനത്തിലേക്ക് ഇറങ്ങുമ്പോൾ ആരുടെയൊക്കെ സപ്പോർട്ട് നമുക്ക് കിട്ടും, എന്തൊക്കെ നമുക്ക് നേരിടേണ്ടി വരും എന്നുള്ള തിരിച്ചറിവ് വേണമെന്നാണ് ഇത് പറയുന്നത്. അതാണ് ശക്തിബോധം. വലി അറിയുതൽ. വലി എന്ന് പറഞ്ഞാൽ അവിടെ വേദന അല്ലായിരുന്നു, വലിമൈ എന്നുള്ളതാണ് പറയുന്നത്. വലിമ എന്ന് പറഞ്ഞാൽ അവന്റെ സ്ട്രെങ്ത്, സെൻസ് ഓഫ് സ്ട്രെങ്ത് എന്നാണ് ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ വളരെ ഇതായിട്ട് നമുക്ക് കാണാം. പിന്നെ ഇന്നിപ്പോൾ 47 കഴിഞ്ഞ് 48, ഒരു വർഷം 52 ആഴ്ച എന്ന് സാധാരണ 52 ആഴ്ചയാണ് ഇത് വരുന്നെങ്കിൽ നമ്മൾ ഒന്നോ രണ്ടോ മാത്രമേ ഇടയ്ക്ക് വിട്ടുപോയിട്ടുള്ളൂ.
തീർച്ചയായിട്ടും ഒരു വർഷം നമ്മൾ അടുക്കാറായി. ഇനി ഒരു മാസം കൂടിയേ ഉള്ളൂ ഒരു വർഷത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. ഇന്ന് പങ്കെടുത്ത എല്ലാവർക്കും പിന്നെ വളരെയധികം നന്ദിയുണ്ട്. പിന്നെ എൻ്റെ അഭാവത്തിൽ ക്ലാസ് എടുത്ത ആദിബോധൻ സാറിന് പ്രത്യേകം നന്ദി പറയും. ഓക്കെ, താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? സാറേ നമസ്കാരം. അതെ, ഇന്ന് മാം വളരെ ശൈലജ കൃത്യമായിട്ട് രണ്ടുപേരുടെ കഴിഞ്ഞ ആഴ്ച ഈ ആഴ്ച അല്ലേ രണ്ടുപേരുടെ ഡ്യൂട്ടി. താങ്ക് യു സാർ. ഷീൽ ടീച്ചർ യാത്രയിലാണ്, നാളെ എത്തുള്ളൂ. എനിക്ക് സന്തോഷമുണ്ട്. ഷീൽ ടീച്ചർ അവിടുന്ന് തന്നെ എന്നോട് ഇൻഫോം ചെയ്തിരുന്നു ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഇന്നത്തെ സെഷൻ ഇന്ന് വളരെ സ്പെഷ്യലാണ്. ഇന്നൊരു ഗസ്റ്റ് ഉണ്ട് നമുക്ക്, ശൈലജ മാം. ശൈലജ മാം പ്ലീസ്. ശൈലജ മാം സാറ് എപ്പോഴും ശൈലജ മാമിനെ നമ്മൾ ഇൻവൈറ്റ് ചെയ്യാറുണ്ടായിരുന്നു. ഞാൻ വിചാരിക്കുന്നു മോഹൻദാസ് സാറ് വിളിക്കുന്ന ശൈലജ മാം തന്നെയല്ലേ ഇന്ന് അറ്റൻഡ് ചെയ്തിരിക്കുന്നേ? ആണോ സാറേ? മുഖം കണ്ടില്ല. അല്ല അല്ല, ഇത് വേറെ. ശൈലജ എന്റെ ഫ്രണ്ടാണ് ശൈലജ. ശൈലജ മാം താങ്ക് യു. താങ്ക് യു ടീച്ചറെ. ടീച്ചർ എവിടുന്ന? വിശാഖപട്ടണത്ത് നിന്നാ? എവിടുന്ന? ഇപ്പൊ തൊടുപുഴ വന്നിട്ടുണ്ട്. എവിടുന്ന? തൊടുപുഴയിലാ. സാറെ പ്ലാറ്റ്ഫോമിൽ എല്ലാവരെയും ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എന്റെ ഫ്രണ്ടാണ് ശൈലജ ടീച്ചർ. വിശാഖപട്ടണത്താണോ ജോലി ചെയ്യുന്നത്? അല്ല, ടീച്ചർ ഇൻട്രൊഡ്യൂസ് ചെയ്യോ? എന്താ അറ്റൻഡ് ചെയ്തതിൽ എനിക്ക് ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. മിക്കവാറുള്ള ക്ലാസ്സുകളെല്ലാം അറ്റൻഡ് ചെയ്യാറുണ്ട്. ഓക്കെ, താങ്ക് യു. പൊതുവെ എങ്ങനെയുണ്ട് മാഡം ക്ലാസ്സുകളൊക്കെ? ടീച്ചർ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യോ? ശൈലജ ടീച്ചർ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യോ? എനിക്ക് റേഞ്ച് കുറവായിരുന്നേ, മിസ്സായി പോകുന്നുണ്ട്. കേട്ടില്ലെന്ന് തോന്നുന്നു. റേഞ്ചിന്റെ പ്രശ്നമുണ്ട്. ടീച്ചർ മോന്റെ കൂടെ വിശാഖപട്ടണത്താണെന്ന് പറഞ്ഞിരുന്നു. ഇവിടെ തൊടുപുഴയാണ് സ്വദേശം. 2 ആൺകുട്ടികളാണ്. രണ്ടുപേരും ഡിഫൻസിലാണ്. ഒരാൾ നേവിയിലും ഒരാൾ ആർമിയിലുമാണ്. ടീച്ചർ അങ്ങോട്ട് പോകുമെന്ന് എന്നോട് പറഞ്ഞിരുന്നു. അപ്പൊ കുറെ നാളായി ഞാൻ ഇൻവൈറ്റ് ചെയ്യാറുണ്ട്, വരുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഞാൻ ശൈലജ രവീന്ദ്രൻ മാം ആണെന്നാ ഞാൻ വിചാരിച്ചത്. ശൈലജ ടീച്ചറാണെന്ന് എനിക്ക് മനസ്സിലായില്ലായിരുന്നു. താങ്ക് യു. എനിവേ താങ്ക് യു ടീച്ചർ. എവിടെ ടീച്ചർ വർക്ക് ചെയ്യുന്നത്? ടീച്ചർ ആൻസർ ചെയ്യോ? ഉണ്ടോ? ഇപ്പൊ തൊടുപുഴയിലാണോ? ഇല്ല, തൊടുപുഴ സ്കൂളിലായിരുന്നു ടീച്ചർ വർക്ക് ചെയ്തിരുന്നത്. സ്വന്തം വീടും തൊടുപുഴ തന്നെയാണ്. അപ്പോ ഹസ്ബൻഡിന്റെ മരണശേഷം കുട്ടികളുടെ കൂടെ അവരുടെ ജോലി സ്ഥലത്തേക്ക് പോയിരുന്നു. അങ്ങനെയാണ് എന്നോട് ഇൻഫോം ചെയ്തിരുന്നത്. ഉഷ, അതെനിക്ക് വേറൊരു കോള് വന്നേ, അതുകൊണ്ടാ. ഓക്കെ നോ പ്രോബ്ലം. സുഖമായിട്ട്. ടീച്ചറിനെ കണ്ടതിൽ ഒരുപാട് സന്തോഷം. ഈ പ്ലാറ്റ്ഫോമിൽ വന്നതിലും ഒരുപാട് സന്തോഷം. എല്ലാ ദിവസവും അടുത്ത ആഴ്ചയില് ഞാൻ 24-ാം തീയതി തിരിച്ച് വിശാഖപട്ടണത്തിന് പോകും. ഇപ്പൊ തൊടുപുഴയുണ്ടോ? ടീച്ചർ എവിടാ പഠിപ്പിക്കുന്നത്? ഏത് സ്കൂളാണ്? ഞാൻ ഇവിടെ ഒത്തിരി സ്കൂളിൽ വർക്ക് ചെയ്തിരുന്നു സാറേ. ഈ ഒരു വർഷം ഞാൻ അക്കാഡമിക് ഇയർ മാത്രം വർക്ക് ചെയ്യാത്തത്. അലസർ കോളേജിലാണ് ലാസ്റ്റ് വർക്ക് ചെയ്തത്. അലസർ കോളേജ് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിലായിരുന്നു. അതിനു മുമ്പ് 20 വർഷം ഭാരതീയ വിദ്യാനികേതന്റെ സ്കൂളുകളിൽ 16 വർഷം ടീച്ചറായിട്ടും 4 വർഷം പ്രിൻസിപ്പലായിട്ടും വർക്ക് ചെയ്തു. അതിന്റെ ഇടയിലാണ് പെട്ടെന്ന് ഇങ്ങനെ ഹസ്ബൻഡിന്റെ ഒരു യോഗം. അപ്പൊ അതുകൊണ്ട് പിന്നെ ബാക്കിയെല്ലാം നിർത്തി ഇവിടുന്ന് മക്കളുടെ കൂടെ അങ്ങ് വിട്ടു. അതാണ്. പിന്നെ ഇപ്പൊ ഇതേപോലെ ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്യും. ക്ലാസ് എടുക്കാം. MA MEd ഇംഗ്ലീഷിൽ കഴിഞ്ഞു. പിന്നെ സർട്ടിഫിക്കറ്റ് കോഴ്സ് NG യൂണിവേഴ്സിറ്റിയുടെ കൗൺസിലിങ്ങിന്റെ കഴിഞ്ഞു. ലേണിംഗ് ഡിസബിലിറ്റിയുടെ കഴിഞ്ഞു. പിന്നെ പേഴ്സൺ സെന്റേഡ് അപ്രോച്ചസിൽ ഒരെണ്ണം ചെയ്തു. TA ചെയ്തു. അങ്ങനെ
ഇതുമായിട്ട് മുന്നോട്ട് ഫുൾ പോകുന്നു ടൈം ഇപ്പൊ. ബിസിയാണല്ലേ? അപ്പോ അങ്ങനെ ക്ലാസ്സുകൾ എടുക്കുന്നില്ല, അങ്ങനെ ക്ലാസ് അറ്റൻഡ് ചെയ്യും അങ്ങനെ. എന്തായാലും എല്ലാരെയും പരിചയപ്പെട്ടു. എന്തായാലും പേര് മാറി വിളിച്ചതാണെങ്കിലും എല്ലാരെയും പരിചയപ്പെട്ടു. ഞാനങ്ങനെ താങ്ക് യു ഒളിഞ്ഞു താങ്ക് യു മാം. എനിക്ക് പാർട്ടിസിപ്പൻസ് കണ്ടപ്പോ ശൈലജ ഫോട്ടോ കണ്ടില്ല, സോറി കേട്ടോ. എന്നാലും എനിക്ക് അത് എല്ലാത്തിലും സർപ്രൈസ് ആയിരുന്നു. എനിക്ക് ഒരുപാട് സന്തോഷം. താങ്ക് യു. ഇടയ്ക്കൊക്കെ വരണം പ്ലാറ്റ്ഫോമില്. ഇവരെല്ലാരും നമ്മുടെ സ്വന്തം, എല്ലാരും ഫ്രണ്ട്സ് ആണ്. ഒരുപാട് പ്രിയപ്പെട്ടവരാണ് എല്ലാവരും. ടീച്ചർ വരണം തീർച്ചയായിട്ടും. ഇടയ്ക്കൊക്കെ, ക്ലാസ് എടുക്കുകയൊക്കെ ചെയ്യണം. തീർച്ചയായിട്ടും. താങ്ക് യു. ഓക്കെ, അപ്പൊ ഇന്ന് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലേ? വേറെ ഇനി ആർക്കും ഓക്കെ ഷെയർ സർ. ചെയ്യാനില്ലല്ലോ. മോഹൻദാസ് സർ അടുത്ത ആഴ്ചത്തെ പറഞ്ഞായിരുന്നല്ലോ അല്ലേ? സെൻസ് ഓഫ് സ്ട്രെങ്ത്, ശക്തിബോധം. ഓക്കെ. ഓക്കെ, അപ്പോൾ നമുക്ക് നാളെ വീണ്ടും കാണാം. നാളെ കരിയർ ഗൈഡൻസുമായിട്ട് ബന്ധപ്പെട്ട് നീറ്റ് എക്സാമിൻ്റെ ബേസ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആയിരിക്കും. ഓക്കെ, സി യു ആൻഡ് ഗുഡ് നൈറ്റ്. അപ്പോൾ എല്ലാവർക്കും വീണ്ടും കാണാം. താങ്ക് യു ശൈലജ മാമിന് ഹായ്. താങ്ക് യു. താങ്ക് യു മാം.